ഖാരിഉൽ ഖുർആൻ വൽ മുജാഹിദ് വൽ മുതസദ്ദിഖ് ഇവരെ മൂന്ന് പേരെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ നരകത്തിലേക്ക് ആദ്യമായിട്ട് പടച്ച റബ്ബ് വലിച്ചെറിയുന്ന മനുഷ്യൻ ഒരു ആലിമാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനാണ്, ഹാഫിളാണ്, ആലിമാണ്, ഖുർആൻ പഠിപ്പിക്കുന്നവനാ, ഖുർആൻ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവനാ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഇവരെയാണ് നാളെ പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ചുവെച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വലിച്ചെറിയുന്നത് രണ്ടാമത്തെ മനുഷ്യനാരാ? അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി പടച്ചവനെ വീരമൃത്യം വരിച്ച ശുഹദാ ഉണ്ടല്ലോ, ആ ശുഹദാഇനെയാണ് അല്ലാഹു നരകത്തിലേക്ക് രണ്ടാമതായി വലിച്ചെറിയുന്നത്. മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹു തന്ന സമ്പത്ത് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവനുണ്ടല്ലോ, പാവങ്ങൾക്ക് കൊടുത്തവനുണ്ടല്ലോ, യതീമീങ്ങൾക്ക് കൊടുത്തവരുണ്ടല്ലോ, രോഗികൾക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ, കോളേജുകൾക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ. പടച്ചവനെ ആ സദഖ കൊടുത്തവനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പേടിക്കണം സഹോദരാ, ഇത് തമാശയല്ല, ഭയപ്പെടേണ്ട ഹദീസാണ്, ഇത് വെറുതെയല്ല അബൂ ഹുറൈറ തങ്ങൾ ബോധം കെട്ട് വീണത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളിനെ കൊണ്ടുവരികയാണ്, ആലിമിനെ കൊണ്ടുവരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഖുർആൻ പഠിച്ചവനാണ്, നിന്റെ പ്രകാശമായ ഖുർആൻ എനിക്ക് തന്നല്ലോ അല്ലാഹുവേ, ഞാൻ ഖുർആൻ പഠിച്ചു പഠിച്ചവര്, അത് ജനങ്ങളെ പഠിപ്പിച്ചു പഠിച്ചവര്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ മനുഷ്യൻ പറയുമ്പോ മലക്കുകൾ പറയുകയാ, നീ പറയുന്നത് കള്ളമാടാ, നീ പറയുന്നത് കള്ളമാടാ, നീ പറയുന്നത് കള്ളമാ, നീ ഖുർആൻ പഠിച്ചത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ നീ ഹാഫിളാണെന്ന് പറയണം, വല്ലാത്ത സുരമുള്ളവനാണെന്ന് പറയണം. പടച്ചവനെ, നീ ഓതുന്നത് കേൾക്കുമ്പോ ജനങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടണം, അവരെ നിന്നെ ആദരിക്കണം, അവര് നിന്നെ ബഹുമാനിക്കണം, അവര് നിന്നെ കാണുമ്പോ എഴുന്നേക്കണം, നിനക്ക് പ്രത്യേക പരിഗണന നൽകണം. അതിനു വേണ്ടിയാണ് നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയത്, അതിനു വേണ്ടിയാണ് നീ ഖുർആൻ